ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, പഠിതാക്കളെ, ഇന്ന് ദർശനമാലയിലെ 5-ാം അധ്യായമായ ഭാനദർശനത്തിലെ 9, 10 എന്നീ ശ്ലോകങ്ങളുടെ അർത്ഥങ്ങളാണ് പറയാൻ പോകുന്നത്. 9-ാമത്തെ ശ്ലോകം: യഥാദൃക് ദൃശമാത്മാനം സ്വയമാത്മാ ന പശ്യതി അതോ ന ഭാസ്യതേ ഹ്യാത്മാ യം പശ്യതി സഭാസ്യതേ. ഒന്നുകൂടി: യഥാദൃക് ദൃശമാത്മാനം സ്വയമാത്മാ ന പശ്യതി അതോ ന ഭാസ്യതേ ഹ്യാത്മാ യം പശ്യതി സഭാസ്യതേ. അന്വയം: യഥാ ദൃക്ക് ആത്മാനം ന ദൃശം തഥാ ആത്മാ സ്വയം ന പശ്യതി അതഃ ആത്മാ ന ഭാസ്യതേ ആത്മാ യം പശ്യതി സ ഭാസ്യതേ. അർത്ഥം: എപ്രകാരം കണ്ണിനെ സ്വയം കാണാൻ സാധിക്കുന്നില്ലയോ, അപ്രകാരം ആത്മാവിന് സ്വയം കണ്ടറിയാൻ സാധ്യമല്ല. ആത്മാവ് യാതൊരു വസ്തുവിനെയാണോ നോക്കുന്നത്, അതാണ് കാണപ്പെടുന്നത് അഥവാ പ്രകാശിക്കുന്നത്. ആത്മാവ് എന്തുകൊണ്ട് അദൃശ്യമാണ് എന്ന് പറയുന്നു. കാണുന്നവനും കാഴ്ചവസ്തുവും ഉള്ളതിൽ കാഴ്ചവസ്തുവിന് കാണുന്നവനെ കാണാൻ കഴിവില്ല. ഒരാൾ കണ്ണാടിക്ക് മുമ്പിൽ നിന്നാൽ അയാളുടെ പ്രതിബിംബം കണ്ണാടിയിൽ ഉണ്ടാകും. ആ പ്രതിബിംബത്തിന് കണ്ണാടിയെയോ കണ്ണാടിക്ക് മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയെയോ കാണാൻ കഴിവില്ല. അതുപോലെ കണ്ണാടിക്കും കാണാൻ കഴിവില്ല. എന്നാൽ കണ്ണാടിക്ക് മുൻപിൽ നിൽക്കുന്ന വ്യക്തിക്ക് കണ്ണാടിയെയും പ്രതിബിംബത്തെയും കാണാം. ആ വ്യക്തിയുടെ കണ്ണുകൾക്ക് കണ്ണാടിയെയും കണ്ണാടിയിൽ പതിഞ്ഞിരിക്കുന്ന നിഴലിനെയും ആ നിഴലിനെ ഉണ്ടാക്കിയ വ്യക്തിയുടെ ദേഹത്തെയും കാണാം. എന്നാൽ സ്വയം കണ്ണിനെ കാണാൻ കഴിവില്ല. എന്നാൽ മനസ്സിന് കണ്ണിനെയും കണ്ണ് കാണിച്ചു തരുന്ന സർവ്വതിനെയും കാണാൻ കഴിയും. പക്ഷേ കണ്ണിന് മനസ്സിനെ കാണാൻ കഴിവില്ല. എന്നാൽ ഇതെല്ലാം കാണുന്ന മനസ്സിന് സ്വയം കാണാൻ കഴിവില്ല. ഈ പറഞ്ഞ സർവ്വതിനെയും കാണുന്നത് ഞാൻ അഥവാ ആത്മാവാണ്. ആത്മാവാണ് കാഴ്ചക്കാരൻ. ബാക്കിയുള്ളതെല്ലാം ആത്മാവ് ഉണ്ടാക്കിയ കാഴ്ചകളാണ്. മനസ്സടക്കം അതെല്ലാം ജഡവുമാണ്. അതിനാൽ അവയ്ക്കൊന്നും ആത്മാവിനെ കാണാൻ കഴിവില്ല. കണ്ണ് സ്വയം കാഴ്ചവസ്തു അല്ലാത്തതുപോലെ ആത്മാവിന് താൻ സ്വയം കാഴ്ചവസ്തുവല്ല. ആത്മാവിനെ സ്വയം കാണാൻ കഴിയുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ, ഞാനല്ലാത്ത എല്ലാത്തിനെയും ഞാൻ കാണുന്നുണ്ട്. പക്ഷേ എന്നെ മാത്രം എനിക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം ഞാൻ ഒരു കാഴ്ച വസ്തുവല്ല. ഞാൻ കാഴ്ചകൾക്ക് അതീതമായ, എന്നെ കാണാൻ മറ്റാരും ഇല്ലാത്ത പരബ്രഹ്മമാണ്. 10-ാമത്തെ ശ്ലോകം: യദ്ഭാസ്യതേ തദധ്യസ്ഥം അനധ്യസ്ഥം ന ഭാസ്യതേ യദധ്യസ്ഥം തദസദപ്യധ്യസ്ഥം സദേവ തത്. ഒന്നുകൂടി: യത് ഭാസ്യതേ തദധ്യസ്ഥം അനധ്യസ്ഥം ന ഭാസ്യതേ യദധ്യസ്ഥം തത് അസത് അപ്യനധ്യസ്ഥം തദേവ തത്. അന്വയം: യത് ഭാസ്യതേ തത് അധ്യസ്ഥം അനധ്യസ്ഥം ന ഭാസ്യതേ യത് അധ്യസ്ഥം തത് അസത്ത് അപി യത് അനധ്യസ്ഥം തത് ഏവ സത്ത്. അർത്ഥം:
യാതൊന്ന് പ്രകാശിതമായി കാണപ്പെടുന്നുവോ അത് അധ്യസ്ഥമാണ്. അധ്യസ്ഥമല്ലാത്തതായ ഒന്നും കാണപ്പെടുന്നില്ല. യാതൊന്നാണോ അധ്യസ്ഥമായത് അത് സത്തയില്ലാത്തതാണ്. അധ്യസ്ഥം അല്ലാത്തതായിട്ടുള്ളതെന്തോ അതാണ് യഥാർത്ഥത്തിൽ സത്തായിട്ടുള്ളത്. അതാണ് യഥാർത്ഥ വസ്തു. അധ്യസ്ഥം എന്നാൽ അധ്യസനം ചെയ്യപ്പെട്ടത്, അധ്യാരോപം ചെയ്യപ്പെട്ടത്, വൃഥാ സങ്കല്പിക്കപ്പെട്ടത് എന്നാണ് അർത്ഥം. യഥാർത്ഥത്തിൽ ഇല്ലാത്ത വസ്തുവെ വൃഥാ സങ്കല്പിച്ചുണ്ടാക്കുന്നതിനെ ആണ് അധ്യസനം, അധ്യാരോപം എന്നൊക്കെ പറയുന്നത്. യത് ഭാസ്യതേ തത് അധ്യസ്ഥം എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതെല്ലാം വൃഥാ സങ്കല്പമാണ്, ഇതെല്ലാം സങ്കല്പിച്ചുണ്ടാക്കിയതാണ്, യഥാർത്ഥത്തിൽ ഉള്ള വസ്തുക്കളല്ല എന്നാണ് അർത്ഥം. മാത്രവുമല്ല അനധ്യസ്ഥം ന ഭാസ്യതേ, സങ്കല്പകൽപ്പിതം അല്ലാത്തതൊന്നും കാണപ്പെടുകയും ഇല്ല എന്നും പറയുന്നു. അതുകൊണ്ട് ഇത് അധ്യസ്ഥം തത് അസത്ത്, കാണപ്പെടുന്നതൊക്കെ സത്തയില്ലാത്തതാണ് എന്നും വരുന്നു. അങ്ങനെയാണ് അനധ്യസ്ഥം തദേവ സത്ത്, അധ്യസ്ഥമല്ലാത്തത് എന്താണോ അതാണ് സത്യത്തിൽ ഉള്ളത് എന്ന അറിവിൽ എത്തുന്നത്. അതായത് ഞാൻ ബ്രഹ്മമാണ് എന്ന അറിവിൽ എത്തുമ്പോൾ ബ്രഹ്മമല്ലാതെ മറ്റൊന്നും ഇല്ലാത്തതിനാൽ ഞാനല്ലാതെ മറ്റൊന്നും ഇല്ല എന്ന അവസ്ഥയിലാകും. ഇതുവരെ ഞാൻ അല്ലാത്ത പലതും ഉള്ളതായി കണ്ടതെല്ലാം കേവലം എന്നിൽ അധ്യസ്ഥമായ സങ്കല്പകൽപ്പിതമായ കാഴ്ചകളായിരുന്നു. അതൊന്നും ഉള്ളതായിരുന്നില്ല. ഉള്ളത് ഞാൻ മാത്രമാണ്. കാരണം ഞാൻ മറ്റൊന്നിൻ്റെ സങ്കല്പകൽപ്പിതമായ വസ്തുവല്ല. ഇങ്ങനെയാണ് അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാണ് എന്നും ബ്രഹ്മം സത്യം ജഗത് മിഥ്യ, ബ്രഹ്മമാണ് സത്യം, ലോകം മിഥ്യയാണ് എന്നും ഉള്ള അറിവിൽ എത്തുന്നത്. ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. നമസ്കാരം.